സെമിനാരിയിൽ പഠിക്കുമ്പോൾ ഒരു ബ്രദറിന് അപസ്മാരത്തിന്റെ രോഗമുണ്ടാകുന്നു. ഡോക്ടറച്ചൻ 1 വർഷത്തോളം ചികിത്സിച്ചിട്ടും അത് ഭേദമാകുന്നില്ല. ശേഷം മനസ്സില്ലാ മനസ്സോടെ ഈ ബ്രദറിനെ വീട്ടിലോട്ട് പറഞ്ഞയക്കാമെന്ന് തീരുമാനമുണ്ടായി. വീട്ടിൽ പോകുന്നതിന്റെ അന്ന് ഡോക്ടറച്ചൻ ഒരു ജപമാല കയ്യിലെടുത്തുകൊണ്ട് ഈ ബ്രദറിന് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, അമ്മയോടൊപ്പം ചേർന്ന് യേശുനാഥനോട് പ്രാർത്ഥിക്കുക, അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ ബ്രദർ വീട്ടിൽ പോയി നീണ്ട 1.5 വർഷം പ്രാർത്ഥനയിലായിരുന്നു. ശേഷം രോഗം സൗഖ്യമായതിൻ്റെ ഡോക്ടർ സർട്ടിഫിക്കറ്റുമായി വീണ്ടും സെമിനാരിയിലോട്ട് വരുന്നു. പിന്നീട് അദ്ദേഹം വൈദികനായി സഭയ്ക്ക് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്തു. ശേഷം സഭയെ നയിക്കാൻ തക്ക രീതിയിൽ ആ വൈദികനെ ദൈവം ഉയർത്തുകയായിരുന്നു. പ്രിയമുള്ളവരെ, പറഞ്ഞു വരുന്നത് 9-ാം പിയൂസ് പാപ്പയെക്കുറിച്ചാണ്. പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച ആ പിതാവിനെ പിന്നീട് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം എന്ന വിശ്വാസ സത്യം പ്രഖ്യാപിക്കാൻ തന്നെ ദൈവം ഒരുക്കി എന്നുള്ളതാണ്. അമ്മയുടെ സ്തോത്രഗീതത്തിൽ മാഗ്നിഫിക്കത്തിൽ പറയുന്നത് പോലെ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ് എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, നാം വേദനിക്കുന്ന, ഒറ്റപ്പെടുന്ന, അവഗണിക്കപ്പെടുന്ന, നിരാശരാകുന്ന എല്ലാ മേഖലയിലും ജപമാല കയ്യിലെടുത്തുകൊണ്ട് അമ്മയോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്കും തയ്യാറാകാം. സ്തോത്രഗീതത്തിൽ പറയുന്നത് പോലെ, ശക്തനായവൻ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ് എന്ന് പറയത്തക്ക നിലയിൽ നമുക്കും സാക്ഷികളായിട്ട് മാറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.